അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവ്, ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു യഹോവ ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനും ബൈബിളും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലേക്ക് കാണാൻ പറ്റുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, ഖുൽ പറയുക, അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു അല്ലാതെ മറ്റില്ല എന്നും അവനെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിൻ്റെയും ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനാണെന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 6:45 പറയുന്ന, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ മാർക്കോസ് സുവിശേഷം 12:29 നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് പറയുന്നതായി കാണാൻ പറ്റും. ആവർത്തന പുസ്തകം 4:35 പറയുന്നു, യഹോവയാണ് ദൈവം, അവനല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ അറിയേണ്ടത് അറിയേണ്ടതിന് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. നാം ഏകനായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം പലരും ഓടുകയാണ് പല ദൈവത്തിൻ്റെ പിറകെ. അത് പല രീതിയിലേക്ക് ഓടുകയാണ്. കാരണം അതിനെക്കുറിച്ച് ഒരു ശ്ലോകം നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഏകം സദ്വിപ്രോ ബഹുദാ വദന്തി. അത് ഗീതയിൽ പറയുന്നതാണ്. ഏകം സദ്വിപ്രോ ബഹുദാ വദന്തി. ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷേ പലരും പല രീതിയിൽ അതിനെ കാണുന്നു എന്നാണ്. അവിടെയും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്, പലരും പല വീക്ഷണത്തിൽ അതിനെ കാണുന്നു എന്ന് പറയുന്നു. സത്യമായി ദൈവം സത്യം ഒന്നേ ഉള്ളൂ. ഏകം സദ്വിപ്രോ ബഹുദാ വദന്തി എന്ന് പറയുന്നത് കാണാം. പിന്നെ ശ്വേതോശത ഉപനിഷത്തിൽ പറയുന്നതായി കാണാം, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഹി സർവവ്യാപി സർവഭൂതാന്തരാത്മാ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. എല്ലാ ജീവജാലങ്ങളിലും മറഞ്ഞിരിക്കുന്നവനും സർവവ്യാപിയും എല്ലാത്തിൻ്റെയും അന്തരാത്മാവുമായ ദൈവം ഒന്നേയുള്ളൂ എന്ന് ഈ ഉപനിഷത്തിൽ പറയുമ്പോൾ, വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇത് തന്നെയായിരുന്നു പ്രവാചകന്മാർ ഭൂമി ലോകത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾ ബഹുദൈവ ആരാധനകളെ ചെയ്യരുത്, ബാലിനെ നിങ്ങൾ ആരാധിക്കരുത്, ലാത്തയും ഉസ്സയെയും മനാത്തയും ആരാധിക്കരുത്, അതുപോലെ തന്നെ വദ് സുആ യഹൂഷിനെ നിങ്ങൾ ആരാധിക്കരുത്. പല പ്രവാചകന്മാരും വന്നുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏകനായ ദൈവത്തെ ആരാധിക്കലാണ് ഏറ്റവും സത്യമായ കാര്യം. അതിനെ പിൻപറ്റിയാൽ വിശ്വസിക്കുന്നവർ വിജയിച്ചു, അല്ലാത്തവർ നരകത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.